വാടാനപ്പള്ളിയിലെ ലോക്കൽ സെക്രട്ടറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഫ്ലെക്സ് അടിക്കാൻ ചുരുങ്ങിയത് ഒരു 500 രൂപ ചിലവായിട്ടുണ്ടാവില്ലേ? ഒരു 500 രൂപ 500 രൂപയൊക്കെ ചിലവാക്കിയിട്ട് രാത്രി 11 മണിക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ഫ്ലെക്സ് ഒക്കെ വെക്കുമ്പോൾ ഈ അന്തംകമ്മിക്ക് 500 രൂപ ചെലവഴിച്ചവന്, ഈ കുരുട്ടുബുദ്ധി തലയിൽ ഉദിച്ചവന് ഒരു ബോധം വേണ്ടേ? അവിടെ ക്യാമറയുണ്ട്, CCTV ഉണ്ട്, നാളെ രാവിലെകളിൽ ഇത് പുറത്തേക്ക് വരും എന്നുള്ള ഒരു ചിന്ത വേണ്ടേ? അല്ലേ? അന്തംകമ്മികള് വല്ലാത്തൊരു വെപ്രാളത്തിലാ. വെപ്രാളം എന്ന് പറഞ്ഞാൽ ഈ തൂറാമുട്ടിയ ഒരവസ്ഥ ഉണ്ട്. എന്ന് പറഞ്ഞാൽ തൂറാമുട്ടിയിട്ട് തൂറാന് കക്കൂസില്ല, ടോയ്ലറ്റ് ഇല്ല, ഒരു പബ്ലിക് പ്ലേസാണ്. തൂറാമുട്ടിയിട്ട് ഇടങ്ങറായി ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമല്ലോ. എന്താ കാര്യം? പോവാൻ ടോയ്ലറ്റ് ഇല്ല, വേറെ വഴികളില്ല, പിടിച്ചു നിൽക്കുകയല്ലാതെ. എന്നാലിത് ഷഡിയിൽ പോകുമോ എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുമല്ലോ. അതാണ് അന്തംകമ്മികളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പറ 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട് ജനം അടിച്ചിറക്കിയെന്ന് ഞാൻ പറയില്ല. ജനം പിണറായി വിജയന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ഇറങ്ങട്ടാ വിജയ പുറത്ത് എന്ന് ജനം പറഞ്ഞു. വഴികളില്ല, ന്യായീകരണങ്ങളില്ല, ക്യാപ്സൂൾ ഇറക്കാൻ പറ്റുന്നില്ല, ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് സതീശൻ വരുന്നു പറയുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച് എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതിനേക്കാൾ വലിയ ദുരന്തം എന്താ? സതീശൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. കാരണം സതീശൻ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം, അല്ലെങ്കിൽ നിയമസഭയിൽ പോകാതിരിക്കണം. രണ്ടിലൊന്ന് ചെയ്യണം. ഒന്നില്ലെങ്കിൽ രാജിവെക്കണം, അല്ലെങ്കിൽ നിയമസഭയിൽ പോകാതിരിക്കണം. സതീശനാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് പ്രതിസന്ധി വരുമ്പോഴും നോക്കാം എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ, ഉണ്ടാവാറുണ്ടല്ലോ സാധാരണഗതിയിൽ. അതുണ്ടോ? അതില്ല. അങ്ങനെ നോക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. മാനേജ് ചെയ്യാൻ പറ്റില്ല. തീർത്ത് അങ്ങോട്ട് അതാണ് പ്രതീക്ഷ. മാനേജ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു തീരുമാനം ചില സമയത്ത് ഉണ്ടാവുമല്ലോ. ചിലതുണ്ടല്ലോ, ചില പ്രതിസന്ധികളെ നമ്മൾക്ക് തരണം ചെയ്യാം എന്നുള്ള ഹോപ്പ് ഉണ്ടാവും. ഈവൻ ദോ വലിയ പ്രതിസന്ധി മറികടക്കാൻ വലിയ പ്രയാസമുള്ളതാണെങ്കിലും അതിനെ മറികടക്കാം, നോക്കാം വരട്ടെ, നോക്കാം എന്നുള്ള ഒരു ഹോപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് അതുപോലും ഇല്ല എന്ന് പറഞ്ഞാൽ ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമുക്ക് ഇല്ല, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റെക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതേ സിറ്റുവേഷൻ. അവിടെയാണ് സതീശന് പകരം ആരെങ്കിലും വന്നാൽ എന്നാ പിന്നെ നോക്കാം നമുക്ക് എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ അടിമകൾ തന്നെ പോക്കറ്റിൽ നിന്ന് കാശിറക്കിയിട്ട് ബോർഡ് വെക്കുക KC വേണുഗോപാലിന്. എന്നിട്ട് എന്താണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? സേവ് കോൺഗ്രസ്. ഈ അടിമകളെ കൊണ്ട് ഇവരുടെ പാർട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല, പിണറായി വിജയനെ രക്ഷിക്കാൻ പറ്റിയില്ല, ഇവരുടെ കുഴലൂത്തുകാരായിട്ടുള്ള രാജേഷ്, രാജീവ്, ശിവൻകുട്ടി, വീണ ജോർജ് എന്ന് വേണ്ട ഒരെണ്ണത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ല. LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ, ഇവരുടെ 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയരാഘവൻ മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലെ ഭാര്യയെ മത്സരിപ്പിച്ചു, മന്ത്രിയാക്കി. ആ ഭാര്യയെയും രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല, പിണറായി വിജയന്റെ കുഴലൂത്തുകാരെ രക്ഷിക്കാൻ പറ്റിയില്ല, കൃമികീടങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല, ഒന്നിനെയും രക്ഷിക്കാൻ പറ്റിയില്ല. അവരാണ് സേവ് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അന്തസ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെന്ത് അന്തസ്സാണുള്ളത്? വല്ലാത്ത ഭയ. കാരണം എന്താ? സതീശൻ തന്നെ വരും. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചകൾ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ ഒരു കയത്തിലേക്ക് മുങ്ങിത്താങ്ങുക എന്ന് കരുതുക. അപ്പോൾ അവിടെ ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പെടില്ല. നമ്മൾ ഒരു റിസ്ക് എടുക്കുമല്ലോ, എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവുമല്ലോ ഒരു പിടിവള്ളി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആ പിടിവള്ളിക്ക് വേണ്ടിയുള്ള റിസ്ക്കാ. അപ്പം എന്താ കണക്ക് കൂട്ടൽ? എന്താ
കേസി വന്നാൽ നോക്കാം, നമുക്ക് വലിയ തട്ടുമുട്ടൊന്നും ഉണ്ടാവില്ല. കേസി വന്നാൽ ഒരു മയൊക്കെ ഉണ്ടാകും, ഒരു ദയുണ്ടാവും, ഒരു വലിയ കടുംപിടുത്തം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളതാണ് ഒരു ഹോപ്പ്. അപ്പം അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഒരു പിടിവള്ളിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇപ്പം ഇന്ന് പോളിറ്റ് ബ്യൂറോ 2 ദിവസമായി നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനാണ് പോളിറ്റ് ബ്യൂറോ നടക്കുന്നത്. എന്നിട്ട് എന്താ ആകെ 23 ആളുകളായി ഇവർക്ക്, 26 ആളുകൾ, 35 ആളുകൾ LDFന്. CPM-ൻ്റെ ആണ് പ്രതിപക്ഷ നേതാവ്. ആരാണ്? CPM-ൻ്റെ MLA ആണ്, അംഗമാണ് പ്രതിപക്ഷ നേതാവാകുക. അതിൽ CPM-നുള്ള അംഗങ്ങൾ എത്രയാ? 26 എണ്ണം. 140-ൽ 26 എണ്ണം മാത്രം. ഇപ്പം ഈ 26-ൽ 2 ദിവസം പോളിറ്റ് ബ്യൂറോ കൂടിയിട്ടും എന്തേ പ്രതിപക്ഷ നേതാവിന് തീരുമാനിക്കാൻ കഴിയാത്തത് അറിയോ നിങ്ങൾക്ക്? എല്ലാം ക്രിമികീടങ്ങളാ. ഇപ്പൊ നോക്ക്, സംസ്ഥാന സെക്രട്ടറി ആരാണ് നിർണയിച്ചത്? ആരാണ് ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത്? പിണറായി വിജയൻ. അഖിലേന്ത്യാ സെക്രട്ടറി ബേബി ആരാണ് ആക്കിയത്? പിണറായി വിജയൻ. ഇവരൊക്കെ പറയുന്നത് എന്താ? വിജയൻ രാജാവ് അങ്ങ് തന്നെ ഏറ്റെടുക്കണം. രാജാവോ? രാജാവിനറിയാം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത്. രാജാവ് അമ്പിനും വില്ലിനും അടുക്കൂല. ഞാനില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ആ ലെവലിലാണ് രാജാവ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രാജാവ് അങ്ങനെ നിൽക്കുമ്പോൾ പിന്നിലുള്ള പിന്നെ ആരാ? ബാലഗോപാലനോ? ബാലഗോപാലിന് പിന്നാരാ? മുഹമ്മദ് റിയാസ്. എടുക്കുവോ? കാരണം മുഹമ്മദ് റിയാസിനറിയാം. മുഹമ്മദ് റിയാസിനോട് വിജയം പറഞ്ഞിരിക്കുന്നത് കൊന്നാലും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കരുത്. ഏറ്റെടുത്താൽ എന്നെക്കാൾ വലിയ പ്രശ്നമാകും നീ. അതുകൊണ്ട് ആ വഴിക്ക് പോകരുത്. ബാലഗോപാലനോ? ബാലഗോപാലൻ പിന്നെ എല്ലാം അറിയുന്നോണ്ട് ആ പണിക്ക് നിൽക്കുവോ? തീരെ നിൽക്കൂല. ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ കഴിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുക. അതിനിടയിലോ സതീശൻ മതി എന്ന് കേരളത്തിന്റെ ജനസമൂഹം വിളിച്ചങ്ങനെ പറയാ. അവര് തെരുവിലിറങ്ങുക. അവര് എല്ലാ അർത്ഥത്തിലും സതീശൻ മതി, സതീശൻ മതി, സതീശൻ മതി എന്ന് ജനം വിളിച്ചു പറയുമ്പോ ഇപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലൊക്കെ മറ്റാരെങ്കിലും പേര് പറയണ്ടേ? അപ്പം അതിന് വേണ്ടിയുള്ളൊരു ശ്രമം. ഈ ക്രിമികീട്, ഞാൻ ഇവറ്റകളുടെ ഒരു കോമൺ സെൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരൻ ആ ബോർഡ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവനതിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അവൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവനാണ്, അവൻ്റെ താല്പര്യം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ തമ്മിലടിയാണ് എന്നെങ്കിലും വെക്കാം. ഇതിപ്പോൾ അന്തം കമ്മി ക്രിമികീടം പോക്കറ്റിലുള്ള പൈസയും ചിലവാക്കിയിട്ട് ചുരുങ്ങിയൊരു 500 റുപ്യ ആ ബോർഡ് അടിക്കാനോ ഫ്ലെക്സ് അടിക്കാനോ ആയിട്ടുണ്ടാവില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ചുരുങ്ങിയൊരു 500 റുപ്യ ആയിട്ടുണ്ടാവില്ലേ? ആ 500 റുപ്യ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കിയിട്ട് അന്തം കമ്മി ഇത് കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ ക്രിമികീടം മനസ്സിലാക്കണ്ടേ? അവിടെ CCTV ഉണ്ട്, അവിടെ ക്യാമറ ഉണ്ട്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ക്രിമികീടം നന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മുഖമൊക്കെ കാണിച്ച് നന്നായിട്ട് പോസ് ചെയ്യാണ്. ഐഷ്, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാത്രി ഉറക്ക് കളഞ്ഞ് പോക്കറ്റിലുള്ള കാശ് ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, എനർജി ചെലവഴിച്ച്, ഒരു ഭയത്തിൽ നിന്ന് സതീശനോടുള്ള ഭയം, സതീശനെ ഭയന്നിട്ട് കൊണ്ടുപോയി വെച്ച ഫ്ലെക്സ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടേക്കാ എത്തി നിൽക്കുന്നത്? എന്താണ് ഈ വെറ്റുകളുടെ അവസ്ഥ? ആകെയുള്ള എല്ലും കഷ്ണം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാ. ആ എല്ലും കഷ്ണം ഈ പറയുന്ന രീതിയിൽ ആർക്കും അത് വേണ്ട. എന്തുകൊണ്ടാ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, അത് പേടിയാ. അത് പേടിയാണ്, വല്ലാത്ത പേടിയാ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംടൈം, ഇപ്പം ഒന്നുമില്ല, മുമ്പൊക്കെ, ഇപ്പോൾ ഇത് വലിയ നിയമവിരുദ്ധ, മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത്? നമ്മൾ ഈ തെരുവ് പട്ടികൾ വലിയ ശല്യമായി മാറുമ്പോൾ വല്ല മരുന്നുകളൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുക്കും, അല്ലേ? ഇതിപ്പോൾ അതുപോലെയാ. ഇപ്പോൾ ഉള്ള എല്ലും കഷ്ണം വിഷം പുരണ്ട എല്ലും കഷ്ണമാണുള്ളത്. അപ്പം അതുകൊണ്ട് അതിലേക്ക് അടുക്കാൻ അടിമകൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നത് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. രാജിവെക്കുകയാണ്, താൻ നിയമസഭയിലേക്കില്ല. താൻ നിയമസഭയിലേക്കില്ല എന്നല്ല, ഇനി ഒരു അധികാര കേന്ദ്രത്തിലേക്കില്ല. പാർട്ടിയുടെ ഭാരവാഹിയൊക്കെയായിട്ട് തുടരും. പക്ഷെ അധികാര കേന്ദ്ര, സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങനെയുള്ള വലിയ അധികാര കേന്ദ്രങ്ങളിലേക്കൊന്നും താനില്ല. അതുകൊണ്ട് താൻ
ധർമ്മടത്തെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അത് ഞാൻ രാജിവെക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വിജയൻ അത് പറഞ്ഞപ്പോൾ സഖാക്കൾ ഒന്നടങ്കം എതിർത്തു. വിജയനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. എതിർക്കാൻ കാരണം വേറൊന്നുമില്ല, കാരണം ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് വീണ്ടും അവിടെ അബ്ദുൾ റഷീദിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കും. അബ്ദുൾ റഷീദ് ഈ തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ട വോട്ടെണ്ണൽ വരെ മുന്നേറ്റം നടത്തിയ അബ്ദുൾ റഷീദ് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ അബ്ദുൾ റഷീദ് വിജയിച്ച് കയറുകയും ചെയ്യും. അതുകൊണ്ട് 26 എന്നുള്ളത് 25ലേക്ക് പോകും. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വിജയൻ പറയുന്നത്, എന്നാൽ പിന്നെ ഞാൻ നിയമസഭയിലേക്ക് പോകൂല, എനിക്ക് വയറ്റുനോക്കാണെന്ന് പറയാം, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നമാണെന്ന് പറയാം, ഞാൻ നിയമസഭയിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടിമകൾ പറയുന്നു, അത് പറ്റില്ല, നിയമസഭയിൽ വരണം, താങ്കളാണ് പ്രതിപക്ഷ നേതാവ്. അതേറ്റെടുക്കാൻ വിജയൻ സന്നദ്ധനല്ല. എന്താണെങ്കിലും ഭയം അത് സതീശനെയാണ്. സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഈ കൃമികീടങ്ങളുടെ മുട്ടിടിക്കുന്നുണ്ട് എന്നുള്ളതാ. 1ഉം 2ഉം പോകുന്നുണ്ട്, അത് ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളൂ. സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ അത്രമാത്രം ഭയം ഇവറ്റകളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.